ഹായ് മലയാളീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എന്തായാലും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വൈറൽ കണ്ടന്റ് ആണ് കേട്ടോ. വൈറൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു യാത്രയപ്പ് ചടങ്ങ് നമ്മൾ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും കാണുന്നത്. എന്തായാലും നമുക്ക് സമയം കളയാതെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. എന്തായാലും സംഭവം കളറായി എന്നോണം പറയാനല്ലേ. ഇതുപോലൊരു യാത്ര അപ്പോൾ ആ പാട്ടിനോടൊത്ത് നമുക്ക് ഒന്ന് ആടാൻ തോന്നും. അതാണ് അതിന്റെ വൈബ്. എന്തായാലും അവർ ഈ ഒരു യാത്രയപ്പ് ചടങ്ങിൽ കരച്ചിലും പിഴിച്ചിലും ഒന്നുമില്ലാതെ തന്നെ ആ ഒരു യാത്രയപ്പ് ചടങ്ങിന് അവർ വളരെ മനോഹരമായിട്ട് എന്നും ഓർമ്മിക്കാൻ കണക്കിന് തന്നെയാണ് അവർ അത് ചെയ്തതല്ലേ. എന്തായാലും ഇത്തരത്തിൽ ഒരു യാത്രയപ്പ് നല്ല രസമുണ്ട് കാണാനും കേൾക്കാനും. സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. നമ്മുടെ ആ ഒരു നിമിഷങ്ങൾ, നമ്മൾ ആ വിരമിക്കൽ നിമിഷം എന്ന് പറയുന്നത് ശരിക്കും സന്തോഷകരമാക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ വിരമിക്കൽ നിമിഷം പറയുമ്പോൾ ഒരു പൊതുയോഗം കൂടി അതിൽ എണീച്ച് പ്രസംഗിച്ച് ഒരു പൊന്നാടയൊക്കെ ഇട്ട് ഇതൊക്കെയാണ് ഒരു യാത്രയപ്പ് ചടങ്ങ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയപ്പ് ചടങ്ങ് തന്നെയായിരുന്നു ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് യാത്രയപ്പുകളുടെ ഒരു സമയം തന്നെയാണ്. ഏപ്രിൽ 30 സംസ്ഥാന സർവീസിൽ നിന്ന് വിരമിച്ചവർ നിരവധി പേരുണ്ട് കേട്ടോ. അപ്പം ഇവർക്കെല്ലാവർക്കും കൂടി എന്താണ് ഈ ഒരു പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള യാത്രയപ്പുകളും സഹപ്രവർത്തകർ വക ഉണ്ടായിരുന്നു. ആഘോഷപൂർവ്വമുള്ള ചില യാത്രയപ്പുകൾ സോഷ്യൽ മീഡിയയിൽ എന്തായാലും വൈറലാകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു യാത്രയപ്പ് വീഡിയോ തന്നെയാണ് ഈ ഒരു സംഭവം. KSEB അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അഴീക്കോട് സബ് സ്റ്റേഷനിലെ ഓവർസിയർ ആയിരുന്ന KP ഹാഷിമിന്റെ യാത്രയപ്പ് വീഡിയോ ആണ് നമ്മൾ എല്ലാവരും കണ്ടത്. അത് ശരിക്കും പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ തരംഗമാവുകയാണ്. മറ്റാർക്കും ലഭിക്കാത്ത ഒരു യാത്രയപ്പ് തന്നെയാണ് സഹപ്രവർത്തകരിൽ നിന്നും ഇദ്ദേഹത്തിന് ലഭിച്ചതും. 28 വർഷത്തെ സർവീസിന് ശേഷം വിരമിച്ച ഹാഷിമിന് സഹപ്രവർത്തകർ നൽകിയത് അത്ര ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയപ്പ് തന്നെയായിരുന്നു. ഉപഹാരം നൽകിയും കേക്ക് മുറിച്ചും ഓഫീസിൽ ആഘോഷമൊക്കെ നടന്നു. എന്നാൽ അവിടെ കൊണ്ട് മാത്രം ഇത് നിന്നില്ല. ഹാഷിമിന് വീട്ടിലേക്ക് ആഘോഷപൂർവ്വം തന്നെയാണ് യാത്രയാക്കിയത്. അവിടെ കണ്ണീർ വീഴാനുള്ള ഒരു അവസരം പോലും നൽകിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്നാൽ വീട്ടിലേക്കുള്ള ഹാഷിമിന്റെ മടക്കയാത്ര തനിച്ചൊന്നും ആയിരുന്നില്ല. അങ്ങനെ പ്രിയപ്പെട്ട സാറിനെ വെറുതെ വിടാൻ ഈ ഒരു സഹപ്രവർത്തകർ സമ്മതിക്കോ? ഇല്ല. അപ്പൊ തങ്ങളുടെ പ്രിയപ്പെട്ട സാറിനെ മീൻകുന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിലെ സമീപത്തെ വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഈ ഒരു സഹപ്രവർത്തകരും കൂടെ പോയി എന്നുള്ളതാണ് അതിനേക്കാൾ ആ പോകുന്ന വഴിയിലുള്ള ആ വീഡിയോ ആണ് നമ്മളെല്ലാം കണ്ടത് തന്നെ. വെറുതെ കൂടെ പോയതൊന്നും അല്ല കേട്ടോ. വീടിന് 500 മീറ്റർ അകലെ എത്തിയപ്പോൾ പാട്ടുപാടിയും നൃത്തം ചെയ്തുമാണ് അവർ വീട്ടിലേക്ക് പോയത്. എന്തായാലും ഓവർസിയർ ആകുന്നതിന് മുൻപ് 8 വർഷം അഴീക്കോട് സബ് സ്റ്റേഷനിലെ ഒരു ലൈൻമാൻ ആയിരുന്നു ഈ ഒരു ഹാഷിം. പിന്നീട് സ്ഥലം മാറി വിവിധ ഇടങ്ങളിൽ പോയെങ്കിലും സർവീസിന്റെ അവസാന 2 വർഷം ഈ ഒരു സ്വന്തം നാടായ അഴീക്കോട്ടായിരുന്നു. ഹാഷിമിന്റെ യാത്രയപ്പ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. പൊളി വൈബിൽ നടന്ന യാത്രയപ്പ് ഒരു മാതൃകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായങ്ങളെല്ലാം.